പണ്ട് നമ്മൾ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറിയിരുന്നു. പിന്നെ അത് സ്വർണ്ണ നാണയങ്ങളായി, പിന്നെ അത് പേപ്പർ നോട്ടുകളായി, ഇപ്പോൾ ഫോണിലെ ഗൂഗിൾ പേ വരെ എത്തി നിൽക്കുന്നു. ഇനി എന്താണ് പണത്തിൻ്റെ ഭാവി? ഉത്തരം ഒന്നേ ഉള്ളൂ: ക്രിപ്റ്റോ കറൻസി. 2026 നിങ്ങളിത് പഠിച്ചില്ലെങ്കിൽ പണ്ട് ഇൻ്റർനെറ്റ് വരുമ്പോൾ ഇതൊന്നും നമ്മൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാറി നിന്ന തലമുറയെപ്പോലെ നമ്മളും മാറിപ്പോവും. ഹലോ ഫ്രണ്ട്സ്, ബ്ലോക്ക് പൾസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും പൊതുവെയുള്ള ഒരു സംശയമാണ് എന്താണ് ക്രിപ്റ്റോ കറൻസി എന്നത്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ബാങ്ക് മാനേജർ ഇല്ലാത്ത ഒരു ബാങ്കിംഗ് ആണ് ക്രിപ്റ്റോ കറൻസി. ഉദാഹരണത്തിന്, നിങ്ങൾ നിങ്ങളുടെ ഒരു സുഹൃത്തിന് ഗൂഗിൾ പേ വഴി 100 രൂപ അയച്ചു. അത് ബാങ്ക് അറിയുന്നുണ്ട്, സർക്കാർ അറിയുന്നുണ്ട്. ബാങ്ക് വിചാരിച്ചാൽ നിങ്ങളുടെ അക്കൗണ്ട് മരവിപ്പിക്കാൻ സാധിക്കും. എന്നാൽ ക്രിപ്റ്റോയിൽ ഞാനും നിങ്ങളും മാത്രമേ ഉള്ളൂ. നടുവിൽ ബാങ്കില്ല, ഓഫീസില്ല, ആരുമില്ല. ഇത് നിയന്ത്രിക്കുന്നത് ബ്ലോക്ക് ചെയിൻ എന്ന ടെക്നോളജിയാണ്. ഗോൾഡിനെ പോലെ തന്നെ ഇതിൻ്റെ സപ്ലൈയും ലിമിറ്റഡ് ആണ്. ബിറ്റ്കോയിൻ നോക്കുകയാണെങ്കിൽ ലോകത്താകെ 21 മില്യൺ ബിറ്റ്കോയിൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും വില കൂടുന്നത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നാളെ മുതൽ എങ്ങനെ നിങ്ങൾക്ക് ക്രിപ്റ്റോ വാങ്ങി തുടങ്ങാം? അതിന് 3 ഘട്ടങ്ങളുണ്ട്. ആദ്യം ഒരു എക്സ്ചേഞ്ച് ഡൗൺലോഡ് ചെയ്യുക. ഇന്ത്യയിലാണെങ്കിൽ FIU രജിസ്റ്റർ ചെയ്ത എക്സ്ചേഞ്ചുകൾ അല്ലെങ്കിൽ ബൈനാൻസ് പോലുള്ള ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചുകളും ഉപയോഗിക്കാം. രണ്ടാമത്തെ ഘട്ടം, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള ഇന്ത്യൻ മണി USDT ആക്കി മാറ്റുക. നിങ്ങളുടെ ബാങ്കിലെ ഇന്ത്യൻ റുപ്പി നേരിട്ട് ബിറ്റ്കോയിൻ ആക്കാൻ കഴിയില്ല. പകരം അതിനെ ആദ്യം USDT എന്ന ഡിജിറ്റൽ ഡോളറാക്കി മാറ്റണം. എന്നിട്ട് അത് ഉപയോഗിച്ച് നമുക്ക് കോയിൻ വാങ്ങി തുടങ്ങാം. ഇതിൻ്റെയൊക്കെ ലൈവ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കയറി നോക്കുക. തുടക്കക്കാർ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ലാത്ത 500 രൂപക്കോ 1000 രൂപക്കോ ഒക്കെ മാത്രം കോയിനുകൾ വാങ്ങുക. ഇനി ഏത് കോയിൻ വാങ്ങണം? ഇവിടെയാണ് 90% പേർക്കും അബദ്ധം പറ്റുന്നത്. നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഒരു പിരമിഡ് പോലെ ആയിരിക്കണം. അതിൽ 60% ബിറ്റ്കോയിൻ, എഥേറിയം പോലുള്ള കോയിനുകൾ മാത്രമായിരിക്കണം. പിന്നെ ബാക്കി 30% പോളിഗൺ, അതേപോലെ സൊലാന പോലുള്ള കോയിനുകളായിരിക്കണം. ലാസ്റ്റ് 10% മാത്രം മീം കോയിനുകളിൽ, ഷിബ ഇനു, ഡോഡ്ജ് പോലുള്ള കോയിനുകളിൽ നിക്ഷേപിക്കുക. ഇതൊരു ലോട്ടറി പോലെയാണ്, കിട്ടിയാൽ കിട്ടി. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക: ക്രിപ്റ്റോയിൽ നിങ്ങളുടെ പണത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമായിരിക്കും. ഇതിൻ്റെ പാസ്വേഡ് മറന്നാൽ സഹായിക്കാൻ ഒരു കസ്റ്റമർ കെയർ പോലും ഇല്ല. സ്റ്റീഫൻ തോമസ് എന്നൊരാൾക്ക് പാസ്വേഡ് മറന്നത് കാരണം 3000 കോടി രൂപയാണ് നഷ്ടപ്പെട്ടത്. വലിയ വലിയ തുകകൾ എക്സ്ചേഞ്ചിൽ ഇടാതെ നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റിലേക്കോ അല്ലെങ്കിൽ ഹാർഡ്വെയർ വാലറ്റിലേക്കോ മാറ്റുക. നിങ്ങളുടെ സീഡ് പേഴ്സ് ആർക്കും കൊടുക്കാതിരിക്കുക. ക്രിപ്റ്റോ എന്നത് ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരനാകാനുള്ള പദ്ധതിയല്ല. അത് ക്ഷമയുടെയും പഠനത്തിൻ്റെയും വഴിയാണ്. വില കൂടുമ്പോൾ ആവേശം കാണിക്കാതിരിക്കുക, കുറയുമ്പോൾ പേടിക്കാതിരിക്കുക. 2026 ക്രിപ്റ്റോയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും സത്യസന്ധമായ അറിവുകൾക്കും വേണ്ടി ബ്ലോക്ക് പൾസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര രൂപയായിരിക്കും? 100 രൂപ അല്ലെങ്കിൽ 500 രൂപ? താഴെ കമൻറ്റ് ചെയ്യൂ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഒന്നിച്ച് പഠിക്കാം, ഒന്നിച്ച് വളരാം.